വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 26 ജനുവരിയാണ്, മൺഡേ ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള ഒരു ഓവറോൾ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ രീതിയിൽ തന്നെയായിരിക്കണം മാർക്കറ്റ് റൺ ചെയ്യുക എന്നുള്ളത് യാതൊരു നിർബന്ധവുമില്ല. ഇത് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിലും അവനവൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ചും മാത്രമായിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്, അതായത് ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് ഏകദേശം ഒരു 10:30 മോർണിംഗ് വരെയുള്ള ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഒരു ഗ്യാപ്പോട് കൂടിയാണ്. ഓവറോൾ ഗോൾഡിൻ്റെ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ട്രെൻഡാണ്. ഏകദേശം ഒരു 2 വീക്സ് ആയിട്ട് മാർക്കറ്റ് ബൈ ട്രെൻഡിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടാൻ, കുറച്ചും കൂടി സേഫായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക ബൈ എൻട്രികളായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ സെൽ എൻട്രികൾ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ കറക്റ്റ് ചാർട്ടൊക്കെ നോക്കി നല്ല രീതിയിൽ പ്രൈസൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം സെൽ എൻട്രികളായാലും ബൈ എൻട്രികളായാലും ഏത് എൻട്രികളായാലും നല്ല രീതിയിൽ SL വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ലോ എന്ന് പറയുന്നത് നിലവിൽ വന്നിരിക്കുന്നത് ഏകദേശം 4998 റേഞ്ചിലാണ്. അതുപോലെ തന്നെ ഡേ ഹൈ, അതായത് ഈ ഒരു മൊമെൻറ്റ് വരെയുള്ള ഡേ ഹൈ വന്നിരിക്കുന്നത് 5093 ഡേ ഹൈ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് വലിയൊരു റിജക്ഷനാണ് വന്നിട്ടുള്ളത്. റിജക്ഷൻ വന്ന് ഏകദേശം 5054 വരെ ഒരു പോയിന്റിലേക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഇനിയും ഏകദേശം നമുക്ക് 5059 ശേഷം വലിയൊരു റിജക്ഷൻ വന്ന് ഏകദേശം 5028 വരെ മാർക്കറ്റ് വന്നിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് 5093 വരെ പോയിട്ടുള്ളത്. 5028 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്, ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ വന്ന് നിന്നാൽ മാത്രമാണ് വീണ്ടും അതിൽ കൂടുതൽ ഡൗൺ ആകുക. ഏകദേശം 5018 5008 ആ ഒരു റേഞ്ച് എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ്. അതായത് ഒരുപാട് ബൈ ഓർഡേഴ്സ് വരാൻ സാധ്യതയുള്ള സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 5078 82 86 88 5090 93 ആ ഒരു റേഞ്ച് തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ വരുന്നത്. ഏകദേശം 5093 മുകളിലായിട്ട് ഒരു ബൈ ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് നിന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഇനിയും ഹൈറ്റ്സിലേക്ക് പോകുക. അതായത് 5093 ഇത്രയും കാലത്തെ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ്. അതിന് മുകളിലേക്ക് മാർക്കറ്റ് ഇനിയും അതായത് ഗോൾഡിൻ്റെ പ്രൈസ് ഇനിയും പോകണമെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ഹൈ മൂവ്മെൻറ്റിലേക്ക് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്നുള്ള ഒരു റിജക്ഷൻ ആയിരിക്കും സംഭവിക്കുക. 4998 ബ്രേക്ക് ചെയ്തിട്ട് ഒരു റെഡ് ക്യാൻഡിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് ഡൗൺ ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് 5022 5028 5018 5008 ഈ ഒരു പോയിൻ്റൊക്കെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. അവിടെയൊക്കെ നമ്മൾ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതായത് ഒരു വലിയ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഒരു ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ്. അതുപോലെ തന്നെ 5078 80 82 അതുപോലെ തന്നെ 5088 92 ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ വലിയൊരു റിജക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അവിടെ നിന്ന് സെല്ലെടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും കറക്റ്റ് SLകളും കാര്യങ്ങളും അവരവരുടെ സ്ട്രാറ്റജിയും നോക്കി ഓരോ സമയം കഴിയുന്തോറും ചാർട്ട് നന്നായി അനലൈസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ മാർക്കറ്റ് അനാലിസിസ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ XYUSDയുടെ അനാലിസിസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ XYUSDയുടെ ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.